ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ദുനിയാസം അൺലിമിറ്റഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിട്ടലൻ റെസിപ്പി കൊണ്ടാണ് കേട്ടോ. ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലാണ് ഈ ഒരു സ്നാക്ക് വരുന്നത് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. ഇത് ജസ്റ്റ് നമ്മൾ വടയില്ലേ, ഉഴുന്നുവടയുടെ മോഡലിലുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇത് നമ്മൾ ഉഴുന്ന് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നതെന്നുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരു കിട്ടിലൊരു ഐറ്റം, ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്താലാണ് കേട്ടോ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, കാണാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി നല്ല രീതിയിൽ കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ മൂത്ത് വരും. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇവിടെ ഇടാം കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കാരണം കൊണ്ട് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇടുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർക്കണം. ഈ 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ 1 ഗ്ലാസ്സാണ് നമ്മുടെ ഈ ഒരു ഐറ്റം എടുക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, റവയാണ്. ഇത് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഈ ഒരു റവയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു രക്ഷയില്ല മക്കളെ. നല്ല രീതിയിൽ ഞാൻ വിയർക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഞാനിവിടെ ഈ വാതിൽ അടച്ചിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ ചൂടായതുകൊണ്ട് നമുക്ക് AC ഇങ്ങോട്ട് ഒട്ടും കിട്ടുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ തളരില്ല, കാരണം മിക്കോസിന് ഭയങ്കര ഇഷ്ടമാണ് വട. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ടോട്ടലി ഇത് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മളത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക. പിന്നെ അത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഇങ്ങനത്തെ കുറച്ച് വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുത്താൽ മതി. ഞാനിവിടെ പിള്ളേർക്ക് കൊടുക്കുന്ന എന്തൊരു സാധനം ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഒലിവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഓയിൽ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് വടയുടെ ആ ഒരു ഷേപ്പ് കിട്ടുമെന്ന്. പക്ഷേ കിട്ടിയായിരുന്നു. പിന്നെ അതിന് കൂടെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഒഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ വേർത്ത് കുളിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും ഞാൻ തളരിൽ രാമൻകുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ഞാനത് ഉണ്ടാക്കി തീർത്തു മക്കളെ, തീർത്തു. അങ്ങനെ ഞാൻ നല്ല ചൂട് വടയും ചമ്മന്തി കൂട്ടി ഒരു പിടുത്തങ്ങടെ പിടിച്ച് മക്കളെ, ഒരു രക്ഷ ഉണ്ടായില്ല. നല്ല രസമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂടി ഇതിൻ്റെ കൂടി ഉണ്ടാക്കണം, എന്നാലാണ് ആ ഒരു കോമ്പിനേഷൻ കൂടി വരിക. അപ്പോൾ കിട്ടില്ല റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മിക്കുവിനും ഗബ്രുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അത്രയേ ഉള്ളൂ. ബൈ.